നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. ആരെയും എനിക്കിനി പ്രണയിക്കുവാനോ കൊതിക്കുവാനോ സാധിക്കുകയില്ല, എനിക്കെന്നും നീ മാത്രം മതി. അതെ, ഈ വ്യക്തിയുടെ യഥാർത്ഥ കറണ്ട് ഫീലിങ്സും ഇപ്പോഴുള്ള നിങ്ങളോടുള്ള മനോഭാവവും സ്നേഹവും എത്രത്തോളം ആഴമേറിയതാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വായനയിൽ നോക്കാനായിട്ട് പോകുന്നത്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ള എനർജി എന്ന് പറയുന്നത് അത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയോട് കൂടിയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ആണ് നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിൽ ജ്വലിച്ച് നിൽക്കുന്നത്. അത്രയും പവർഫുൾ ആയിട്ടാണ് നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിലുള്ള മാനിഫെസ്റ്റേഷൻ നിൽക്കുന്നത്. ആ ഒരു വൈബ്രേഷൻസ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എപ്പോ തിരിഞ്ഞാലും എങ്ങോട്ട് പോയാലും എന്തൊക്കെ ആലോചിച്ചാലും ഏത് സാഹചര്യത്തിലായാലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ്. അത് ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ അത് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഈ വ്യക്തി അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ പ്രാധാന്യവും നിങ്ങളുടെ സ്നേഹവും. ഇവിടെ പല സാഹചര്യങ്ങളും ഈ വ്യക്തി സ്വയം കണ്ടുപിടിച്ചിട്ടുണ്ട്. വേറൊന്നുമായിട്ടല്ല, നിങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ, നിങ്ങളെ വേണ്ട എന്ന് വെച്ച് ഈ പ്രണയബന്ധത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ. പക്ഷെ അത് ഈ വ്യക്തിയുടെ ഏതാനും ചില മോശപ്പെട്ട അവസ്ഥകൾ കാരണം മാത്രമാണ് ഈ വ്യക്തിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഒരിക്കലും നിങ്ങളോട് താല്പര്യമില്ലാഞ്ഞിട്ടോ ഇഷ്ടം ഇല്ലാഞ്ഞിട്ടോ അല്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്ന ആ ഒരു സത്യം എന്ന് പറയുന്നത് നിങ്ങളെ യാതൊരു കാരണവശാലും വെറുപ്പിക്കാനോ അല്ലെങ്കിൽ വിദ്വേഷമാക്കാനോ ഇഷ്ടക്കുറവ് കാണിക്കാനോ സാധിക്കുകയില്ല. നിങ്ങൾ അതായത് നിങ്ങൾ തീർച്ചയായിട്ടും അത്രയും അധികം ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്നും നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ വ്യക്തിക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ടെന്നും മാറ്റിവെക്കുന്നുണ്ടെന്നും ഉള്ള സത്യം ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നതും ആ ഒരു തരംഗങ്ങൾ തന്നെയാണ്. ഈ പേഴ്സന്റെ ജീവിതം എന്ന് പറയുന്നത് നായാട്ടിന് പോകുന്ന ഒരു വേട്ടക്കാരന്റെ ഊർജമാണ്. ഇപ്പൊ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ഈ വ്യക്തി മറന്നിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്കുണ്ടായ ചില നേരത്തെ ഒരു ഇഷ്ടക്കേടുകളാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒളിച്ചോടി പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ അതൊന്നും വിജയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇവിടെ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എത്രത്തോളം പവിത്രതയോടു കൂടിയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകാൻ സാധിക്കുമോ അത്രയും പോസിറ്റീവായി മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിലും അത് കൊണ്ടുവരണമെന്ന് താല്പര്യപ്പെടുന്നു. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥന, വഴിപാട്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടുകൾ, ഇതിലൂടെയൊക്കെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം സ്വപ്നങ്ങൾ കാണുന്ന ഒരു വ്യക്തിയായി കാണപ്പെടുന്നു. വെറുതെ പോലും മനസ്സിനെ വിടാത്ത ഒരു പേഴ്സണാണ് ഈ വ്യക്തി. ഏതൊരു സാഹചര്യങ്ങളിലും അതിൻ്റെതായിട്ടുള്ള വളരെയധികം ഉയർന്ന ചിന്താഗതിയും സ്വപ്നവുമാണ് ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എത്ര താഴ്ന്ന പരമായിട്ടുള്ള രീതിയിലാണോ ജീവിച്ചു പോകുന്നതെങ്കിൽ പോലും ചിന്താഗതിയും ആഗ്രഹങ്ങളും മനസ്സിലെ ഒരു കൂട്ടം സ്വപ്നങ്ങളും ഒരു പിടി നല്ല ഓർമ്മകളും അത്രയും പോസിറ്റീവാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനിഫെസ്റ്റേഷന്റെ ഊർജം വല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഈ വായനയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കുറച്ച് എതിരായിട്ടുള്ള ഒരു സാഹചര്യം കൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് പുറകിലേക്ക് വലിഞ്ഞേക്കാം. പുറകിലേക്ക് നിങ്ങൾ മുന്നോട്ട് വെച്ച കാൽ ചെറുതായിട്ടൊന്ന് പുറകിലേക്ക് വെച്ചേക്കാം. കാരണം ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഇടക്ക് വരുന്നത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഈ വ്യക്തിക്ക് എന്തെന്നാൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാൽ പോലും ഈ വ്യക്തി പിന്മാറാൻ ഒരിക്കലും തയ്യാറല്ല. പിന്മാറുന്നത് ഭീരുക്കളാണ്, പേടിയുള്ളവരാണ് പിന്മാറുന്നത് എന്നതാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. പണ്ടുകാലം മുതൽ തൊട്ട് തന്നെ ഒരുപക്ഷെ നിങ്ങളെ ഈ വ്യക്തിയുടെ മനസ്സിൽ കയറിക്കൂടിയിട്ടുള്ളത് വളരെ ചെറുപ്പകാലത്തിൽ തൊട്ട് തന്നെ ആയിരിക്കാം.
ബാല്യകാല സുഹൃത്തുക്കളായിരിക്കാം നിങ്ങൾ രണ്ടുപേരും. ഒരുമിച്ച് ഒരേ ഒരേ വിദ്യാലയത്തിൽ ഒക്കെ പഠിച്ചവരും ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു മാനിഫെസ്റ്റേഷൻ വളരെയധികം ഉയർന്ന നിലയിലാണ് കാണപ്പെടുന്നത്. പണ്ട് മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ കൂടെ കൈകോർത്ത് പിടിച്ചിരിക്കുവാൻ നിങ്ങളെ തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിച്ചിട്ടുള്ളത്. അന്നും ഇന്നും ഈ വ്യക്തിക്ക് നിങ്ങളെ മാത്രം മതി എന്നുള്ള മനോഭാവത്തിൽ ഉറച്ചു നിൽക്കുന്നു. ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെയോ നിങ്ങളുടെ വീട്ടുകാരിൽ നിന്നോ ഉണ്ടായിട്ടുള്ള ചില കൈപ്പേറിയ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഈ വ്യക്തിയെ ഇതിൽ നിന്നും പിന്തിരിഞ്ഞു പോയാലോ എന്നുവരെ ആലോചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും നിങ്ങളോടുള്ള സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ലഭിച്ചോട്ടെ, കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള മനോഭാവം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത് കൊണ്ടാണ് ഈ വ്യക്തി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. പക്ഷെ അത് ഒരിക്കലും കുറെ നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു തീരുമാനമൊന്നും തന്നെയല്ല. കുറച്ചു നേരത്തേക്ക് തന്നെ നിങ്ങളിൽ നിന്നും അകലാൻ ശ്രമിക്കും തോറും അങ്ങനെയൊന്ന് ഈ പേഴ്സൺ തീരുമാനിച്ചാൽ പോലും ഈ വ്യക്തിയെ കൊണ്ടത് പരിപൂർണമായിട്ടും പ്രാവർത്തികമാക്കിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ മുതൽ തൊട്ട് തന്നെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു വിഷമം, സങ്കടം, ഭാരപ്പെടൽ ഈ വ്യക്തിക്ക് വരും. അതിൽ നിന്നും ഈ വ്യക്തി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ ജീവന്റെ പാതിയെന്നും ഈ വ്യക്തിയുടെ മനസ്സിനെ മുഴുവനുമായി സന്തോഷം കൊണ്ട് നിറയ്ക്കണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്നുള്ള സത്യാവസ്ഥയിലേക്കാണ് ഈ വ്യക്തി എത്തിച്ചേർന്നിട്ടുള്ളത്. അതുപോലെ കുറച്ച് തല്ല് പിടിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ഫൈറ്റിംഗ് ടെൻഡൻസി ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഫൈറ്റിംഗ് ടെൻഡൻസി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു ഫൈറ്റിംഗ് ടെൻഡൻസി, അതായത് ചെറിയ കാര്യങ്ങളിൽ തല്ലുകൂടുക, അല്ലെങ്കിൽ കുസൃതി കുറച്ച് കൂടുതൽ കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കുക, അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടാകാം. പക്ഷേ അത് ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കുവാനോ നിങ്ങളെ മടുപ്പിക്കാനോ മനസ്സ് മരവിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല. അതൊരിക്കലും അങ്ങനെയല്ല. കാരണം ഈ വ്യക്തിക്ക് ഒരുപക്ഷെ ഒറ്റയ്ക്ക് വളർന്നു പോന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ജീവിതത്തിൽ ഏതൊക്കെയോ സാഹചര്യത്തിൽ വളരെയധികം ഈ പേഴ്സൺ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. സ്വന്തമായി സുഹൃത്തുക്കളോ കൂടപ്പിറപ്പുകളോ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കാം. ആ ഒരു ഒറ്റപ്പെട്ടുള്ള ജീവിതം കാരണം തന്നെ ഈ വ്യക്തിക്ക് ഏതൊരു ബന്ധവും വളരെയധികം പുതുമ നിറഞ്ഞതും അനുഗ്രഹിക്കപ്പെട്ടതും ആണ്. വളരെ പോസിറ്റീവായും വളരെ മര്യാദയോട് കൂടിയായിരിക്കും ഈ വ്യക്തി ആ ഒരു ബന്ധത്തെ സ്വീകരിക്കുന്നത്. അതുപോലെ വിരലിൽ എണ്ണാവുന്ന ഏതാനും ചില സൗഹൃദങ്ങൾ മാത്രമേ ഈ വ്യക്തിക്കുള്ളൂ. അതുപോലെ പ്രണയാർത്ഥമായിട്ട് നിൽക്കുന്നത് നിങ്ങളും. ഇത്രയും മാത്രമായിട്ട് ചുരുങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ അത്രയും ഒതുങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യമാണ് നമുക്കിതിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അത് ഒരിക്കലും ഈ വ്യക്തി അങ്ങനെ മനഃപൂർവ്വം ആകുന്നതല്ല. ജീവിതത്തിന്റെ ചുറ്റുപാടും ജീവിച്ചു വളർന്നു വന്ന സാഹചര്യങ്ങളുമാണ് ഈ വ്യക്തിയെ അങ്ങനെയാക്കി തീർത്തിട്ടുള്ളത്. നിങ്ങൾ ഒരുപക്ഷെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. വളരെയധികം തുറന്ന് സംസാരിക്കുകയും ഒച്ചയിൽ ചിരിക്കുകയും ധാരാളം സംസാരിക്കുകയും കൂട്ടുകൂടുകയും ധാരാളം സൗഹൃദങ്ങളുള്ള വളരെയധികം ആഘോഷപരമായിട്ടുള്ള സ്ഥിരോത്സാഹത്തോടെ നടക്കുന്നവരായിരിക്കാം നിങ്ങൾ. പക്ഷെ ഈ വ്യക്തി കുറച്ച് ഉള്ളിലേക്കാണ് വലിയുന്നത്. പക്ഷെ എങ്കിൽ പോലും അതൊരിക്കലും ഒരു നെഗറ്റീവായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നില്ല. ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. പ്രണയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹം ഹൃദയത്തിന്റെ പരിശുദ്ധിയാണ് എന്ന് പറയുന്നത് പോലെ അതാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാക്കുവാൻ സാധിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.